ഇന്ന് ലോക്സഭയിൽ ഉണ്ടായത് തികച്ചും നാടകീയമായ രംഗങ്ങളാണ്. രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്തതിന് പിന്നാലെ വലിയ പ്രതിഷേധം ഉണ്ടായി. ഡീൻ കുര്യാക്കോസ് അടക്കമുള്ള എംപിമാർക്ക് സസ്പെൻഷൻ നേടുകയും ചെയ്തു. നമുക്കൊപ്പം ഡീൻ കുര്യാക്കോസ് എം പി ഉണ്ട്. എന്താണ് യഥാർത്ഥം സംഭവിച്ചത്? ഇന്ത്യയിൽ ജനാധിപത്യം മരിക്കുന്നു എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണിതെല്ലാം. പ്രതിപക്ഷ നേതാവ് എന്ത് സംസാരിക്കണം? ഇപ്പോൾ എല്ലാവർക്കും അറിയാം, പാർലമെൻറ്റിലെ നടപടിക്രമങ്ങൾ നന്ദി പ്രമേയ ചർച്ചയാണ്. നന്ദി പ്രമേയ ചർച്ചയിൽ രാജ്യത്തിൻ്റെ സുരക്ഷയെക്കുറിച്ച് പറയാൻ പാടില്ല, പ്രധാനമന്ത്രി എന്നുള്ള വാക്ക് പറയാൻ പാടില്ല, ചൈന എന്നുള്ള വാക്ക് പറയാം. ഇവരാരെയാണ് പേടിക്കുന്നത്? സത്യത്തിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് എന്നുള്ള ആ ഒരു പദവിയിലിരിക്കുന്നയാൾക്ക് എന്ത് പ്രസംഗിക്കണമെന്ന് കൽപ്പിക്കാൻ ഇവർക്ക് ആരാണ് അവകാശം കൊടുത്തത്? അപ്പോൾ ഇവർ പേടിക്കുകയാണ്. അപ്പോൾ ജനാധിപത്യം എന്ന് പറയുന്നത് BJP കൽപ്പിക്കുന്ന ജനാധിപത്യം ആയി മാറിയിരിക്കുകയാണ്. അത് അനുവദിക്കാൻ പാടില്ല. ഞങ്ങൾ അതിശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകും. ഇവരിനി സസ്പെൻഷനല്ല, ഏത് തരത്തിൽ നടപടികൾ സ്വീകരിച്ചാലും ഈ പ്രക്ഷോഭം അവസാനിക്കത്തില്ല. തീർച്ചയായിട്ടും പാർലമെൻറ്റിന് പുറത്ത് ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകും. പാർലമെൻറ്റിനകത്തും ഇനിയിപ്പോൾ നാളെയും ഉണ്ടല്ലോ സഭയൊക്കെ, പാർലമെൻറ്റിനകത്തും കോൺഗ്രസ് പാർട്ടിയും പ്രതിപക്ഷവും അതിശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകും. ഇങ്ങനെ ജനാധിപത്യത്തെ ജീവിക്കാൻ നമ്മളാരും ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറയുന്നത് അത് മഹിതമായ ഒരു കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാട് അവതരിപ്പിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. പ്രതിപക്ഷത്തിൻ്റെ ശബ്ദത്തെ അടിച്ചമർത്തുക. ഇപ്പം ഇവർ കാണിച്ച കോലാഹലങ്ങൾ എന്തൊക്കെയാണ്? ചൈനയുടെ എന്താണ് പറയപ്പെടുന്നത് പോലെ സൈനിക വ്യൂഹം ഇന്ത്യൻ അതിർത്തി കടന്ന് ഇന്ത്യയുടെ കാതലായ പ്രദേശങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളത് അത് രാഹുൽ ഗാന്ധി തന്നെ മുൻപ് പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യം. പക്ഷേ അന്ന് ഈ പറയുന്ന ഒരു സ്ഥിതിയല്ല. കാരണം എന്താ? മുൻ കരസേനാ മേധാവിയുടെ വെളിപ്പെടുത്തൽ വന്നിരിക്കുകയാണ്. ആ പുസ്തകം പബ്ലിഷ് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. ഈ വിഷയം പറയുമ്പോൾ അവർ കൂടുതൽ പ്രതിക്കൂട്ടിലാകുന്ന ഒരു സ്ഥിതിയിൽ ഇന്നലെ പറഞ്ഞു അത് ഒതൻറ്റിക്കേറ്റഡ് അല്ല. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് അത് ഒതൻറ്റിക്കേറ്റഡ് ആക്കി. എങ്ങനെ? അത് പാർലമെൻറ്റിൻ്റെ സഭയുടെ മേശപ്പുറത്ത് വെച്ചു. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല. അപ്പോൾ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിൽ ആകുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ വലിയൊരു സമ്മർദ്ദം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. തീർച്ചയായിട്ടും ഇന്നിപ്പോൾ സ്പീക്കർ വന്നില്ല. സ്പീക്കറുടെ പ്രതിനിധിയായി ചെയർമാൻ പാനലിലുണ്ടായ തെലുങ്ക് ദേശത്തിൻ്റെ ഒരു മെമ്പറാണ് ഇന്ന് ചെയർ നിയന്ത്രിച്ചത്. അദ്ദേഹം വന്നിട്ട് സ്പീക്കറേക്കാളും കഷ്ടം എന്നുള്ള നിലയിൽ വലിയ ഒരു അതോറിറ്റേറിയൻ രീതിയിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ഉണ്ടായി. അതുകൊണ്ട് ഞങ്ങൾ നിർബന്ധിതരായതാണ് ശരിക്കും പറഞ്ഞാൽ ആ ഡയസിലേക്ക് തള്ളിയത്. ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുത്തരിയല്ല. ഇപ്പോൾ 17ാം ലോക്സഭയുടെ ഭാഗമായിരുന്നു ഞങ്ങളൊക്കെ. അന്ന് 4 പ്രാവശ്യം സസ്പെൻഷനിലായിട്ടുണ്ട്. ഇതിപ്പോൾ 18ാം ലോക്സഭ BJP ഭരിക്കുമ്പോൾ ഞങ്ങൾക്കിതൊരു പുത്തരിയല്ല. ഞങ്ങളിത് പ്രതീക്ഷിച്ചുകൊണ്ട്, കാരണം ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഭയപ്പാടൊന്നുമില്ല. ശക്തമായ പ്രതിഷേധവുമായി ഇനിയും മുന്നോട്ട് പോകും. ഇന്ന് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി വീണ്ടും സംസാരിക്കാൻ അനുവദിക്കാമായിരുന്നു. അത് കൃത്യമായി ബോധപൂർവ്വമായി മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയുടെ ഭാഗമായിട്ടാണ് സംസാരിക്കാൻ അനുവദിക്കായിരുന്നത്. സംശയം എന്താ? കാരണം ഒതൻറ്റിക്കേറ്റഡ് ആക്കിയല്ലോ ഇവർ പറഞ്ഞ രീതി അനുസരിച്ച്. ഇതൊന്നും ഒരു കാര്യമുള്ള കാര്യമില്ല. തേജസ്വി സൂര്യയ്ക്ക് എന്തും പറയാം, എന്നുവെച്ചാൽ എന്തും പ്രസംഗിക്കാം. കാര്യമുള്ള കാര്യമല്ലെന്ന് ഞാൻ പറയാൻ കാര്യം, പാർലമെൻറ്റിൽ എന്ത് സംസാരിക്കാം, എല്ലാവരും പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം വരുമ്പോൾ അത് ഒതൻറ്റിക്കേറ്റഡ് ആക്കണം. ആയിക്കോട്ടെ, അതിൻ്റെ പേരിൽ അത് എഴുതി കൊടുത്തു, ഈ രേഖകൾ സമർപ്പിച്ചു, സഭയുടെ മേശപ്പുറത്ത് വെച്ചു. പിന്നെ പിന്നെയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ എന്താണ്, ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്ന് വെച്ചാൽ സഭാ നടപടികളുടെ ഭാഗമായി മേശപ്പുറത്ത് വെച്ചാൽ ആർക്ക് വേണമെങ്കിലും കിട്ടും. എന്നാൽ പാസീവായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതും പറ്റത്തില്ല. അതും പറ്റത്തില്ലെന്നല്ല, പ്രധാനമന്ത്രി എന്നോ ചൈന എന്നുള്ള വാക്ക് പറയുന്നത് അവിടെ നിന്ന് എതിർപ്പാണ്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ കടന്നു വന്ന് ആക്രോശിക്കുകയാണ്. സഭാ നടപടികൾ വീക്ഷിക്കുന്ന ആളുകൾക്കറിയാം. അപ്പോൾ ഇവരുടെ ആക്രോശമൊക്കെ കണ്ടുകൊണ്ട് പഞ്ചപുച്ഛമടക്കി ഞങ്ങളെപ്പോലെയുള്ള ആളുകളോട് ഇരിക്കണമെന്ന് പറഞ്ഞാൽ അതത്ര സുഖകരമായ ഒരു ഏർപ്പാടല്ല. പ്രത്യേകിച്ച് ഇന്നലെ രാജ്നാഥ് സിംഗ്, അമിത്ഷാ അടക്കമുള്ള പ്രധാനപ്പെട്ട മന്ത്രിമാരാണ് പ്രതിരോധവുമായി എഴുന്നേറ്റ് വന്നത്. അത്രയധികം സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ കഴിഞ്ഞു പ്രതിപക്ഷത്തിന്? സംശയം ആ രീതിയിൽ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, രാജ്യരക്ഷാമന്ത്രിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു, ആഭ്യന്തരമന്ത്രി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും അക്കാര്യത്തിൽ അസ്വസ്ഥരാവുകയാണ് ചെയ്തത്. വലിയ അസ്വസ്ഥതയാണ് അവർ പ്രകടിപ്പിച്ചത്. രാഹുൽ ഗാന്ധിയെ ഒരക്ഷരം മിണ്ടാൻ അനുവദിക്കത്തില്ല. ആദ്യം പറഞ്ഞു ഇത് പ്രൊസീഡിങ്സിലില്ല, ഇതാണ് റൂളിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞ് സ്പീക്കറുടെ കാര്യം പറയാതിരിക്കുക. സ്പീക്കർ എന്ന് പറയുന്നത് അവരുടെ പ്രതിനിധിയാണ്. ഒരിക്കലും ഒരു നിഷ്പക്ഷമായ ഒരു ഇടപെടൽ ബഹുമാനപ്പെട്ട സ്പീക്കറുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ആ ചെയർമാൻ പാനലിരിക്കുന്ന ആളുകൾ ആ വിധത്തിലുള്ള ആളുകളാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ, പാർലമെൻറ്റിലെ നടപടികൾ പ്രക്ഷുബ്ധമാകുമ്പോൾ അവർക്ക് അനുകൂലമാകുന്ന ആളുകളെ, ചെയർമാൻ പാനലിലുള്ള ആളുകളെ നിശ്ചയിക്കും. ഇന്ന് തെലുങ്ക് ദേശത്തിൻ്റെ ഒരാളായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു നമ്മൾ ആരും ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ സംസാരിക്കുമ്പോൾ അവർക്ക് ഏതൊരു രാഷ്ട്രീയ പാർട്ടി ആയിക്കൊള്ളട്ടെ, ഏതൊരു പ്രതിനിധി ആയിക്കൊള്ളട്ടെ, അവരുടെ അവകാശമാണ്, ജനങ്ങളുടെ അവകാശം അതിലൂടെ പ്രതിഫലിക്കപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. അത് അവർ അനുവദിക്കുന്നില്ല. എങ്ങനെയായിരിക്കും നാളെ മുന്നോട്ട് പോകുക? നിങ്ങളെപ്പോലെ സസ്പെൻഡ് ചെയ്ത എംപിമാർക്ക് ലോക്സഭയിൽ കയറാൻ കഴിയില്ല. പക്ഷേ മുൻപ് ഇതുപോലെ സംഭവം ഉണ്ടാകും, വലിയ പ്രതിഷേധം പിന്നീട് ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് നാളെ ഇതിനെക്കുറിച്ചൊരു പദ്ധതി? തീർച്ചയായിട്ടും പാർലമെൻറ്റിന് പുറത്ത് പ്രതിഷേധം ഉണ്ടാവും, അകത്തും പ്രതിഷേധം ഉണ്ടാവും.
അപ്പോൾ ഈ പ്രതിഷേധ നടപടികൾ തുടരാൻ തന്നെയാണ് സാധ്യത. ഈ പ്രതിപക്ഷ പാർട്ടികൾ ഒപ്പം നിർത്തിയായിരിക്കും അതോ കോൺഗ്രസിന്റെ നിലയ്ക്കായിരിക്കും അങ്ങനെ ഇതിന്റെ പദ്ധതികളിലേക്ക്? എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒരുമിച്ച് തന്നെ മുന്നോട്ട് നീങ്ങും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞങ്ങളോടൊപ്പം CPM ഒരു പ്രതിനിധി സസ്പെൻഷനിലാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, അവരെയൊക്കെ പ്രസംഗിക്കാൻ ക്ഷണിച്ചതാണ്, അവരാരും പ്രസംഗിച്ചില്ല. ഇത് ഒരു റൈറ്റ്, ഒരു അവകാശ ലംഘനമാണ് അവിടെ നടന്നിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ മൈക്കില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ഈ പാർലമെൻറ്റിൽ സംസാരിക്കാൻ പറ്റുക? ഈ ശുദ്ധ തോന്നിയാസമല്ലേ ഇത്? ആ തോന്നിയാസം അനുവദിക്കാൻ ഒരു പ്രതിപക്ഷ പാർട്ടിയും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അനുമതി നിഷേധിച്ചതിന് പിന്നാലെയാണ് വലിയ പ്രതിഷേധം ലോക്സഭയിൽ ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഡീൻ കുര്യാക്കോസ് അടക്കമുള്ള MPമാരെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. വരും ദിവസങ്ങളിലും ഇതേ പ്രതിഷേധം ബാക്കി MPമാരടക്കം സഭയിൽ തുടരും എന്നാണ് അദ്ദേഹം നമ്മൾ വ്യക്തമാക്കിയത്. വീഡിയോ ജേർണലിസ്റ്റ് റിജു ഇന്ദിരയ്ക്കൊപ്പം റിപ്പോർട്ടർ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.